ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം സ്വന്തം കുടുംബത്തിലോ വീട്ടിലോ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ വധിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഹിരണ്യകശിപു സ്വയം ന്യായീകരിക്കുകയാണ്. 38ാമത്തെ ശ്ലോകം. സർവൈഹി ഉപായൈഹി ഹന്തവ്യഃ സംഭോജ ശയനാസനൈഹി സുഹൃത് ലിംഗധരഃ ശത്രുഃ മുനേഃ ദുഷ്ടം ഇവ ഇന്ദ്രിയം. സുഹൃത് ലിംഗധരഃ, സുഹൃത്ത് എന്നതുപോലെ വേഷം ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ എന്ന രീതിയിൽ ചമഞ്ഞിട്ടുള്ള ഇവൻ ദുഷ്ടം, വിഷയലിപ്സയാൽ മലിനമായ ഒരു ഇന്ദ്രിയം എങ്ങനെയാണോ മുനിക്ക് ശത്രുവാകുന്നത്, അതായത് ഒരു മുനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആയുധം എന്നത് ഇന്ദ്രിയ നിഗ്രഹമാണ്. എന്നാൽ ആ ഇന്ദ്രിയ നിഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മുനിയെ സംബന്ധിച്ച് വിഷലിപ്തമാണ്, ശത്രുവിനെ പോലെയാണ്. അപ്പോൾ ഇവിടെ ഹിരണ്യകശിപു പറയുന്നത്, എങ്ങനെയാണോ മുനിമാരുടെ ഇന്ദ്രിയങ്ങൾ അവർക്ക് ശത്രുവായി തീരുന്നത്, ഇതേപോലെ ഇവനും എനിക്ക് ശത്രുവായിരിക്കുന്നു. സംഭോജ ശയന ആസനൈഹി, ഉണ്ണുക, ഉറങ്ങുക, ഇരിക്കുക എന്നീ സന്ദർഭങ്ങളിലൂടെയും സർവൈഹി ഉപായൈഹി, ഈ ഏത് ഉപായങ്ങളിലൂടെയാണെങ്കിലും അവൻ ഹന്തവ്യഃ, വധിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ആ രാക്ഷസന്മാർ പ്രഹ്ലാദനെ ചൂലാദികളെ കൊണ്ട് ഉപദ്രവിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു 39-40 ശ്ലോകങ്ങളിലായിട്ട്. നൈർഹൃതാഃ തേ സമാദിഷ്ടാഃ ഭർത്രാവൈ ശൂലപാണയഃ തിഗ്മദംശകരാളാസ്യാഃ താമ്രശ്മശ്രു ശിരോരുഹാഃ നതന്തഃ ഭൈരവാൻ നാദാൻ ചിന്ധി ഭിന്ദി ഇതി വാദിനഃ ആസീനം ച അഹനത് ശൂലൈഹി പ്രഹ്ലാദം സർവമർമ്മസു. ഇവിടെ ആ രാക്ഷസന്മാരുടെ രൂപഹാവാദികളെ കുറിച്ച് പറയുകയാണ്. തിഗ്മദംശകരാളാസ്യാഃ താമ്രശ്മശ്രു ശിരോരുഹാഃ, വലിയ തേറ്റകളും ഭീകരമായ മുഖമുള്ളവരും ചെമ്പിച്ച താടിമീശയും മുടിയും ഒക്കെ ചേർന്നവരും, ശൂലപാണയഃ, കയ്യിൽ ശൂലമേന്തിയവരുമായ തേ നൈർഹൃതാഃ, ആ രാക്ഷസന്മാർ തങ്ങളുടെ ഭർത്ര രാജാവിനാൽ വൈ സമാദിഷ്ടാഃ, ശരിക്കും ആജ്ഞാപിക്കപ്പെട്ട്, ഭൈരവാൻ നാദാൻ, ഭീഷണങ്ങളായ ശബ്ദങ്ങളെ നതന്തഃ, ശബ്ദിച്ചുകൊണ്ടും, ഛിന്തി ഭിന്തി, അവനെ അറുക്കൂ മുറിക്കൂ ഇതി വാദിനഃ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും, എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ആസീനം, സ്വസ്ഥനായിരിക്കുന്ന പ്രഹ്ലാദം, ആ പ്രഹ്ലാദനെ അവന്റെ ആ കുഞ്ഞു ശരീരത്തിലാണ് ഇതൊക്കെ മുറിവേൽപ്പിക്കുന്നത് എന്നാണ്. സർവമർമ്മസു, അവന്റെ എല്ലാ മർമ്മസ്ഥാനങ്ങളിലും, ശൂലൈഹി ച, ശൂലങ്ങളാലും മറ്റും, അഹനൻ, പ്രഹരിച്ചു. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ഭഗവാനിൽ അത്രയും മനസ്സ് വെച്ചിരിക്കുന്ന ആ പ്രഹ്ലാദൻ പോലും ഈ കൊടിയ പീഡനങ്ങൾ കുറച്ചു നാളത്തേക്കാണെങ്കിലും സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ചു നാളൊന്ന് അമ്പലത്തിൽ പോകുമ്പോഴേക്കും ഇനി എനിക്കൊരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സൊക്കെ എത്രമാത്രം താഴ്ന്നതാണ് എന്ന് ചിന്തിക്കുക. എത്രമാത്രം അജ്ഞാനമാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത് എന്നൊന്ന് വിചാരം ചെയ്യുക. ഇനിയാണ് നമ്മൾ പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തരുടെ ആ മനോഭാവം എന്താണ്, ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടും എങ്ങനെയാണ് അവരൊക്കെ പ്രതികരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. 41ാമത്തെ ശ്ലോകം. പരേ ബ്രഹ്മണി അനിർദ്ദേശ്യേ ഭഗവതി അഖിലാത്മനി യുക്താത്മനി അഫലാഹ ആസൻ അപുണ്യസ്യ ഇവ സത്ക്രിയാഹ. പ്രഹ്ലാദനെ ഇതൊന്നും വേദനിപ്പിക്കുന്നില്ല. കാരണം ബ്രഹ്മണി, നിർവികാരാത്മാവായി
അനിർദ്ദേശ്യേ വാക്കിനും മനസ്സിനുമൊക്കെ വാക്കിനും മനസ്സിനും വിഷയീഭവിക്കാത്തവനായി ഭഗവതി സർവൈശ്വര്യമയനായി അഖിലാത്മനി സർവാത്മാവും സർവനിയന്താവുമായിരിക്കുന്ന പരേ ആ ഭഗവാനിൽ തന്നെ യുക്താത്മനി സമാഹിത ചിത്തനായി വർത്തിക്കുന്ന ആ പ്രഹ്ലാദനിൽ ഈ പറയുന്ന പീഡനങ്ങളൊന്നും ഏറ്റില്ല. ഏതുപോലെ അപുണ്യസ്യ ഭാഗ്യമില്ലാത്ത, അതായത് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവന്റെ സത്ക്രിയാഹ, അവനിനി എന്ത് സത്ഫലങ്ങൾ ചെയ്താലും അത് വിഫലങ്ങളാണ് ഇവ എന്നതുപോലെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രഹ്ലാദനിൽ ഇതൊന്നും യാതൊരു വിധത്തിലുള്ള ഫലവും ചെയ്തില്ല. പ്രഹ്ലാദനെ അതൊന്നും ബാധിച്ചതേയില്ല. നമ്മെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ ഈ പരാതി പറയുന്നത്. അപ്പോൾ നോക്കൂ ആ വ്യത്യാസം. യഥാർത്ഥ ഭക്തന്റെ മനസ്സിന്റെ തലം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേസമയം താൻ ചെയ്ത പ്രവൃത്തികൾ, ഒരു കൊച്ചുകുട്ടിയെ കൊല്ലാൻ പര്യാപ്തമായത് ചെയ്തിട്ടും അത് വിഫലമായപ്പോൾ പിന്നെ ഹിരണ്യകശിപുവിന് വാശിയായി. അതാണ് 42-ാമത്തെ ശ്ലോകം. പ്രയാസേ അപഹതേ തസ്മിൻ ദൈത്യേന്ദ്രഃ പരിശങ്കിതഃ ചകാര തദ്വധ ഉപായാൻ നിർബന്ധേന യുധിഷ്ഠിര. ഹേ യുധിഷ്ഠിര, തസ്മിൻ പ്രയാസേ, ആ കുഞ്ഞിന്റെ മേൽ പ്രയോഗിച്ച പ്രയത്നങ്ങളൊക്കെ അപഹതേ വിഫലമായപ്പോൾ പരിശങ്കിതഃ ആശങ്കാഗ്രസ്തനായി തീർന്ന ദൈത്യേന്ദ്രഃ അസുര രാജാവ് തദ്വധ ഉപായാൻ അവനെ കൊല്ലുവാനുള്ള മറ്റുപായങ്ങളെ നിർബന്ധേന വാശിയോടുകൂടി ചകാര ചെയ്തു തുടങ്ങി. ഇനി 2 ശ്ലോകങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുന്നു. 43 ദിഗ്ഗജൈഹി ദന്തശൂകൈഹി ച അഭിചാര അവപാതനൈഹി മായാഭിഹി സന്നിരോധൈഹി ച ഗരദാനൈഹി അഭോജനൈഹി. 44 ഹിമവായു അഗ്നിസലിലൈഹി പർവതാക്രമണൈഹി അപി ന ശശാക യദാ ഹന്തും അപാപം അസുരഃ സുതം ചിന്താം ദീർഘതമാം പ്രാപ്തഃ തത് കർത്തും ന അഭ്യപദ്യത. ദിഗ്ഗജൈഹി, ദിഗ്ഗജങ്ങളെ കൊണ്ടും, ദന്തശൂകൈഹി ച വിഷപ്പാമ്പുകളെ കൊണ്ടും, അഭിചാര അവപാതനൈഹി കൃത്തിക മുതലായ ദുർഭൂതങ്ങളെ കൊണ്ടും, അവപാതനമെന്നാൽ ഉയരത്ത് നിന്ന് ഉരുട്ടി വീഴ്ത്തി താഴേക്കിട്ടു, മായാഭിഹി സന്നിരോധൈഹി മായാവിദ്യകൾ കൊണ്ടും കുഴിയിലിട്ട് അടച്ചിട്ടതുകൊണ്ടും, ഗരദാനൈഹി വിഷം കൊടുത്തു, അഭോജനൈഹി പട്ടിണിക്കിട്ടു, ഹിമ വായു അഗ്നി സലിലം മഞ്ഞ് കാറ്റ് തീ വെള്ളം ഇവയിലൂടെയൊക്കെ, അതായത് വെള്ളത്തിൽ മുക്കിപ്പിടിക്കുക, തീ കൊളുത്തുക, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ. പിന്നെ പർവ്വത ആക്രമണൈഹി മലമുകളിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വലിച്ചെറിയുക. ഇങ്ങനെ അപാപം സുതം പാപരഹിതനായ തന്റെ മകനെ ഹന്തും കൊല്ലുവാൻ അസുരഹ ഹിരണ്യകശിപു യഥാ എപ്പോൾ ശ്രമിച്ചിട്ടും ന ശശാക ഒരു പരിക്ക് പോലും പ്രഹ്ലാദന് പറ്റിയില്ല എന്നായപ്പോൾ പേടിയായി. തത് കർത്തും ന അഭ്യപദ്യത, തന്റെ മകനെ വധിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് മനപ്രയാസത്തോടെ ദീർഘതമാം ചിന്താം പ്രാപ്തഃ അതിദീർഘമായ ഒരു ചിന്തയിലേക്ക് അകപ്പെട്ടു. 45-ാമത്തെ ശ്ലോകം. ഏഷമേ ബഹു അസാധൂക്തഃ വധോപായാഃ ച നിർമ്മിതാഃ തൈഹി തൈഹി ദ്രോഹൈഹി അസദ്ധർമ്മൈഹി മുക്തഃ സ്വേന ഏവ തേജസാ. ഏഷഃ ഈ പ്രഹ്ലാദൻ മേ എന്നാൽ ബഹു അസാധു ഒട്ടേറെ ചീത്തവാക്ക് പറയപ്പെട്ടു. ഉക്തഃ ഞാൻ അവനോട് ഒരുപാട് ദുരുക്തികൾ പറഞ്ഞു, എനിക്കത് പറയേണ്ടി വന്നു. അവനെ കൊല്ലാനായിട്ട് വധോപായാഃ ച നിർമ്മിതാഃ പല രീതിയിലുള്ള വധ ഉപായങ്ങൾ ഞാൻ ചെയ്തു. എന്നിട്ടും തൈഹി തൈഹി ദ്രോഹൈഹി
ആ അതാത് ദ്രോഹങ്ങളിൽ നിന്നും അസദ്ധർമ്മൈഹി ദുഷ്കൃത്യങ്ങളിൽ നിന്നും ആ പ്രഹ്ലാദൻ സ്വേന തേജസായവ അവന്റെ ഉള്ളിൽ തന്നെയുള്ള എന്തോ ഒരു പ്രഭാവം കൊണ്ട് തന്നെ അവൻ മുക്തഹ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. ഇവിടെ എത്രയോ വർഷം തപസ് ചെയ്തിട്ട്, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടാണ് എന്നെ ആരും വധിക്കരുത് എന്ന ആ വരം നേടിയത്. ഇവിടെ നോക്കൂ, വെറും 5 വയസ്സുള്ള ബാലൻ പ്രത്യേകിച്ചൊരു തപസ്സും ചെയ്തിട്ടില്ല. ഒരേ ഒരു വ്രതമേ എടുത്തിട്ടുള്ളൂ. അത് ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വെക്കുക എന്ന വ്രതം. ആ ഒരൊറ്റ വ്രതം കൊണ്ട് ഈ ലോകത്തിൽ ഒരാൾക്കും വധിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ശക്തിമാനായി എന്നതാണ് ഭക്തിയുടെ പ്രഭാവം. അവിടെ എത്ര വർഷമാണ് ശരീരത്തെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി തപസ് ചെയ്തത്. എന്നിട്ടോ എല്ലാവരെയും പേടിച്ചിട്ടാണ് എല്ലാവരെയും ഇങ്ങനെ അടക്കി ഭരിക്കുന്നത്. എന്നാൽ പ്രഹ്ലാദൻ ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ, വിശാല ഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഭഗവാനായി കണ്ട് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നു. ആ ഒരു വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കൂ. 46-ാമത്തെ ശ്ലോകം, വർത്തമാനഃ അവിദൂരേ വൈ ബാലഃ അപി അജഡധീഹി അയം ന വിസ്മരതി മേ അനാര്യം ശുനശേപ ഇവ പ്രഭുഃ. അവിദൂരേ അകലെയല്ലാതെ, വർത്തമാനഃ വൈ ഇരിക്കുന്നവനാണെങ്കിലും, ഇനി ഇവൻ ബാലഃ അപി ബാലനാണെങ്കിലും, അജഡധീഹി മനക്കരുത്തുള്ളവനും, പ്രഭുഃ എന്തിനും കഴിവുള്ളവനാണ് എന്ന് ഹിരണ്യകശിപുവിനും തോന്നിത്തുടങ്ങി. ഇങ്ങനെയുള്ള അയം ഇവൻ, ഞാനിപ്പോൾ ഈ ചെയ്ത എൻ്റെ ദുഷ്കൃത്യങ്ങൾ അവൻ പൊറുക്കുകയില്ല. ഏതുപോലെ പൊറുക്കുകയില്ല എന്നതിന് ഒരു ഉദാഹരണം പറയുന്നത്, പണ്ട് ഒരു ശുനശേപൻ എന്നൊരു കുട്ടിയെ അവന്റെ അച്ഛൻ അവനെ ബലി കൊടുക്കുവാൻ വേണ്ടി ഹരിശ്ചന്ദ്രന് വിറ്റു. എന്നാൽ വിശ്വാമിത്രൻ പിന്നീട് അവനെ രക്ഷിച്ചു. അതുകൊണ്ട് ആ ബാലന് അച്ഛനോട്, തന്നെ ഇങ്ങനെ ബലി കൊടുക്കാൻ തീരുമാനിച്ച അച്ഛനോട് വിരോധം ഉണ്ടായി. അങ്ങനെ വിശ്വാമിത്ര പക്ഷത്ത് ചേർന്നു എന്നൊരു കഥ പറയുകയാണ്. അങ്ങനെയുള്ള ശുനശേപൻ എങ്ങനെയാണോ തൻ്റെ ചെറുപ്പത്തിൽ തന്നോട് കാണിച്ച അനീതിക്ക് പിന്നീട് തൻ്റെ അച്ഛനോട് വിരോധം തോന്നി, അങ്ങനെ ജീവിതകാലം മുഴുവൻ ആ വിരോധം വെച്ച് പുലർത്തിയത്, ഇതുപോലെ എൻ്റെ മകനും എന്നോട് ഒരു പക്ഷേ പൊറുക്കുകയില്ല എന്ന് ഹിരണ്യകശിപു ചിന്തിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്ത തനിക്ക് പോലും കിട്ടാത്ത ആ മഹാത്മ്യം തൻ്റെ മകന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഹിരണ്യകശിപുവും മനസ്സിലാക്കുന്നു. 47-ാമത്തെ ശ്ലോകം, അപ്രമേയ അനുഭാവഃ അയം അകുതശ്ചിത് ഭയഃ അമരഃ നൂനം ഏതദ് വിരോധേന മൃത്യുഃ മേ ഭവിത നവാ. അയം ഇവൻ, അപ്രമേയ അനുഭാവഃ അളവറ്റ മഹാത്മ്യത്തോടു കൂടിയവനും, അകുതശ്ചിത് ഭയഃ ഒന്നിൽ നിന്നും ഭയമില്ലാത്തവനും. ഒരു ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ലാഭം എന്ന് പറയുന്നത് ഒന്നിനെയും ഭയമില്ലാതിരിക്കുക എന്നതാണ്. അതേസമയം അമരഹ മരണമില്ലാത്തവനും ആണ് എന്ന് ഹിരണ്യകശിപുവിന് മനസ്സിലായി. കാരണം എന്തൊക്കെ രീതിയിലാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്, എന്നിട്ടും അവൻ മരിച്ചില്ല എങ്കിൽ ഒരാൾക്കും ഇവനെ വധിക്കാൻ സാധിക്കില്ല. അതായത് സ്വയമേവ ആ പ്രകൃതി നിശ്ചയിക്കുന്ന സമയത്തല്ലാതെ ഇവനെ വധിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് ഹിരണ്യകശിപുവിന് മനസ്സിലാവുകയാണ്. മാത്രമല്ല, ഹിരണ്യകശിപുവിന് പേടി തട്ടി, നൂനം തീർച്ചയായും ഏതത് വിരോധേന ഇവനോടുള്ള വിരോധം ഹേതുവായിട്ട് എനിക്ക് മേ മൃത്യുഃ ഭവിത എനിക്ക് മരണം സംഭവിക്കും, നവാ അതൊരിക്കലും മറിച്ചാവുകയില്ല. അപ്പോൾ ഇത്രയും തപസ് ചെയ്തിട്ടും ഇത്രയും വരം നേടിയിട്ടും ഹിരണ്യകശിപുവിന് ഇപ്പോഴും ഒരു വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോഴും ഭയമാണ്, തന്നെ ആരെങ്കിലും വധിച്ചു കളയുമോ. എന്നാൽ ഭക്തന് അങ്ങനെ ഒരു ഭയമേ ഇല്ല. ഇങ്ങനെയൊക്കെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഹിരണ്യകശിപുവിനെ
ഈ ഗുരുപുത്രന്മാർ ആശ്വസിപ്പിക്കുകയാണ്. 48 ശ്ലോകം. ഇതിതം ചിന്തയാ കിഞ്ചിത് മ്ലാനശ്രിയം അധോമുഖം ചണ്ഡാമർക്കൗ ഔശനസൗ വിവിക്ത ഇതിഹ ഊചതുഹു. ഇതി ചിന്തയ, ഇങ്ങനെയുള്ള ചിന്ത കൊണ്ട്, കിഞ്ചിത് ഏതാണ്ടൊന്ന്, മ്ലാനശ്രിയം കാന്തിമങ്ങിയും, അധോമുഖം മുഖം കുനിച്ചും സ്ഥിതി ചെയ്യുന്ന, തം ആ ഹിരണ്യകശിപുവിനെ, ഔശനസൗ ശുക്രാചാര്യരുടെ പുത്രന്മാരായ ചണ്ഡാമർക്കൗ ചണ്ഡാമർക്കന്മാർ, വിവിക്തെ ഏകാന്തത്തിൽ വച്ച്, ഇതി ഊചതുഹൂഹ ഈ വിധം പറഞ്ഞു ധരിപ്പിച്ചു പോലും. 49 ശ്ലോകം. ജിതം ത്വയാ ഏകേന ജഗത്രയം ഭ്രുവോഃ വിജൃംഭണത്രസ്ത സമസ്തധിഷ്ണ്യപം ന തസ്യ ചിന്ത്യം തവ നാഥ ചക്ഷ്മഹേ ന വൈ ശിശൂനാം ഗുണദോഷയോഃ പദം. ത്വയാ അങ്ങയാൽ, ഏകേന ഏകനായിട്ട് തന്നെ അങ്ങൊന്ന് പുരികം വളച്ചാൽ മതി. അതാണ് ഭ്രുവോഹോ വിജൃംഭണം, അങ്ങയുടെ പുരികക്കൊടികളുടെ ചാലനത്താൽ തന്നെ, ത്രസ്ത സമസ്തധിഷ്ണ്യപം നടുക്കം കൊണ്ട സകല ലോകപാലകന്മാരോടും കൂടിയ ഈ ജഗത്രയം അങ്ങയാൽ ജിതം ജയിക്കപ്പെട്ടതാണല്ലോ. പിന്നെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഏ നാഥ പ്രഭോ, തസ്യ അങ്ങനെയുള്ള തവ അങ്ങേക്ക് ഇപ്പോൾ ചിന്ത്യം ന ചക്ഷ്മഹേ ആശങ്കിക്കാൻ ഒന്നും, ആശങ്കപ്പെടാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല. അങ്ങിങ്ങനെ പേടിക്കരുത്. ഇനി പ്രഹ്ലാദൻ ഈ കാണിക്കുന്നതിനെ കുറിച്ചാണ് എങ്കിൽ, ശിശൂനാം ഗുണദോഷയോഹോ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള ഗുണദോഷങ്ങൾക്കൊന്നും പദം നവൈ ഒരടിസ്ഥാനവും ഇല്ല. ചെറുപ്പത്തിൽ അവർ കാണിക്കുന്ന കുസൃതികളാകട്ടെ, ഇനി നന്മയാകട്ടെ ചീത്തയാകട്ടെ, അതൊന്നും സ്ഥായി ആവണം എന്നില്ല. ചിലപ്പോൾ മാറിയേക്കാം. അതുകൊണ്ട് അതാലോചിച്ചങ്ങ് വിഷമിക്കേണ്ടതില്ല. എന്നാൽ അങ്ങ് പേടിക്കാതിരിക്കാൻ അവനെ നമുക്ക് വരുണപാശത്താൽ ബന്ധിച്ച് എവിടെയും പോകാൻ പറ്റാത്ത വിധത്തിലാക്കാം. അതാണ് 50 ശ്ലോകം. ഇമം തു പാശൈഹി വരുണസ്യ ബദ്ധ്വാ നിധേഹി ഭീതോ ന പലായതേ യഥാ ബുദ്ധിശ്ച പുംസോ വയസാ ആര്യസേവയാ യാവത് ഗുരുഹു ഭാർഗവ ആഗമിഷ്യതേ. എങ്കിലും അവനെക്കുറിച്ച് ആശങ്കപ്പെടാനില്ല എന്ന് പറഞ്ഞെങ്കിലും, ഇവനെ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രധാന ആചാര്യനായ, അതായത് ഇവരുടെ അച്ഛൻ, ഗുരുഹു ഭാർഗവ മുഖ്യ ഗുരുവായ ശുക്രാചാര്യർ, ആഗമിഷ്യതി യാവത് വന്നു ചേരുന്നതുവരേക്കും, വരുണസ്യ പാശൈഹി ബദ്ധ്വാ. വരുണപാശം എന്നത് ഒരു മന്ത്രപ്രയോഗമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആഭിചാരം പോലെ. ആ മന്ത്രപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ആരുടെ നേർക്കാണോ ആ മന്ത്രപ്രയോഗം ചെയ്തത് അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരവിടെ സ്ഥിരമായിട്ട് എവിടെ നിൽക്കണമെന്ന് ഇത് പ്രയോഗിക്കുന്നവർ ചിന്തിക്കുന്നുവോ അവിടെ തന്നെ നിന്നു പോകും. അല്ലെങ്കിൽ ആ ഇരുന്നിടത്ത് നിന്ന് അല്ലെങ്കിൽ നിന്നിടത്ത് നിന്ന് അവർക്ക് അനങ്ങാൻ പറ്റില്ല. ഇങ്ങനെ പാശങ്ങളാൽ ബദ്ധ്വാ ബന്ധിച്ച്, യഥാ ഇവൻ ഭീതഃ ന പലായതേ പേടിച്ച് ഓടിപ്പോകാതിരിക്കത്തക്ക വിധം വിധേഹി. ഇതിപ്പോൾ പ്രഹ്ലാദന് പേടി എന്നിവർ വരുത്തി തീർക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ചെയ്യണം. ഇനി എന്തിനാണ് ശുക്രാചാര്യർ വരുന്നത് വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്? കാരണം അദ്ദേഹം ശ്രേഷ്ഠനായ ഗുരുവാണ്. ഒരു പുംസഹ ഒരുവന്റെ ബുദ്ധിഹീശ ബുദ്ധി പോലും മാറ്റാൻ, അവന്റെ ബുദ്ധിക്കൊരു തെളിച്ചം കിട്ടാൻ, വയസാ പ്രായം കൊണ്ടും, ആര്യസേവയ വിശിഷ്ട ഗുരുജനങ്ങളുടെ സേവനം കൊണ്ടും സാധ്യമാണ്. അതുകൊണ്ട് ഇവനെ നമുക്ക് തൽക്കാലം ഇവിടെ പിടിച്ചിരുത്താൻ വേണ്ടി വരുണപാശം പ്രയോഗിക്കാം. എന്നിട്ട് ഗുരുനാഥൻ, ഞങ്ങളുടെ അച്ഛനായ മുഖ്യ ഗുരുനാഥനായ ശുക്രാചാര്യർ വരട്ടെ. എന്തായാലും ശുക്രാചാര്യർക്ക് ഇവനെ നേർവഴിക്ക് നയിക്കാൻ സാധിച്ചേക്കും. 51 ശ്ലോകം.
തഥാ ഇതി ഗുരുപുത്ര ഉക്തം അനുജ്ഞായ ഇദം അബ്രവീത് ധർമാഹ ഹി അസ്യ ഉപദേഷ്ടവ്യാഹ രാജ്ഞാം യേ ഗൃഹമേധിനാം. ഗുരുപുത്ര ഉക്തം, ഗുരുപുത്രന്മാരുടെ വാക്കിനെ ഹിരണ്യകശിപു സമ്മതിക്കുകയാണ്. തഥാ, ശരി, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയെങ്കിൽ അങ്ങനെയാവാം. ഇങ്ങനെ അനുജ്ഞായ, സമ്മതിച്ച ശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇദം അബ്രവീത് ഗൃഹമേധിനാം രാജ്ഞാം, ഗൃഹസ്ഥന്മാരായ രാജാക്കന്മാർക്ക് ഏ ധർമാഹ, യാവ ചില ധർമ്മങ്ങളാണോ അനുഷ്ഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഹി, അത് മാത്രമേ അസ്യ ഉപദേഷ്ടവ്യാഹ, ഇവനെ ഉപദേശിക്കേണ്ടതുള്ളൂ, കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കേണ്ടതില്ല. അതായത് ഒരു ഗൃഹസ്ഥനായ രാജാവ് എന്തൊക്കെ അനുഷ്ഠിക്കണമോ അത് പറഞ്ഞു കൊടുത്താൽ മതി. 52-ാമത്തെ ശ്ലോകം. ധർമ്മം അർത്ഥം ച കാമം ച നിതരാം ച അനുപൂർവശഃ പ്രഹ്ലാദായ ഊചതുഃ രാജൻ പ്രശ്രിത അവനതായ ച. ഹേ രാജൻ യുധിഷ്ഠിര, ധർമ്മം അർത്ഥം ച കാമം ച, ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും അനുപൂർവശഃ, അനുക്രമമായും നിതരാം ച, നല്ലതുപോലെയും പ്രശ്രിത അവനതായ, ഗുരുക്കന്മാരെ എന്നും ബഹുമാനിച്ചിട്ടുള്ള പ്രഹ്ലാദൻ ഇതെല്ലാം വിനയത്തോടുകൂടെ തന്നെ സ്വീകരിച്ചു. ഇങ്ങനെ വിനയത്തോടുകൂടെ നിൽക്കുന്ന പ്രഹ്ലാദനായിക്കൊണ്ട് ഊച്ചതുഹൂച്ച, ആ ഗുരുപുത്രന്മാർ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തനിക്ക് വേണ്ടതല്ല എന്ന് പ്രഹ്ലാദന്റെ മനസ്സിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. 53-ാമത്തെ ശ്ലോകം. യഥാ ത്രിവർഗം ഗുരുഭിഃ ആത്മനേ ഉപശിക്ഷിതം ന സാധുമേനേ തച്ഛിക്ഷാം ദ്വന്ദ്വാരാമോ ഉപവർണിതാം. ഗുരുഭിഃ, ആചാര്യന്മാരാൽ ആത്മനെ, തനിക്ക് യഥാ ഉപശിക്ഷിതം, ശരിയാം വണ്ണം ഉപദേശിക്കപ്പെട്ട ത്രിവർഗം, പുരുഷാർത്ഥത്രയത്തെയും ദ്വന്ദ്വ ആരാമ ഉപവർണിതം, ദ്വന്ദ്വം, രാഗം ദ്വേഷം ഇവ മനസ്സിൽ ഉണ്ടാക്കുന്ന, അതിൽ സംതൃപ്തി തേടുന്ന അവരാൽ വിസ്തരിക്കപ്പെട്ട, ദ്വന്ദ്വ ആരാമ ഉപവർണിതം. കാരണം ഈ ലൗകിക ലോകത്ത് സുഖം കണ്ടെത്തുന്നവർ അതാണ് സുഖമെന്നേ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അവരാൽ വിസ്തരിക്കപ്പെട്ട തച്ഛിക്ഷാം, ആ ശിക്ഷണത്തെയും സാധു നമേനെ, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ് എന്ന് പ്രഹ്ലാദൻ കരുതിയില്ല. 54-ാമത്തെ ശ്ലോകം. യഥാ ആചാര്യഃ പരാവൃത്തഃ ഗൃഹമേധീയ കർമ്മസു വയസ്യൈഃ ബാലകൈഃ തത്ര സഹ ഉപഹൂതഃ കൃതക്ഷണൈഃ. യഥാ, എപ്പോൾ ആചാര്യൻ ഗൃഹമേധീയ കർമ്മസു, ഗൃഹസ്ഥോചിതങ്ങളായ നിത്യനൈമിത്തിക കർമ്മങ്ങൾക്കായി, ഇന്നത്തെ സ്കൂളിൽ ക്ലാസ്സുകൾക്കിടയിൽ ഇടവേള ഉണ്ടാകും, അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് അധ്യാപകൻ പുറത്തുപോയ സമയത്ത് ആചാര്യൻ പരാവൃത്ത, സ്ഥലം വിട്ടിരുന്നുവോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ ഉടനെ തന്നെ കളിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തത്ര കൃതക്ഷണൈഹി, കുറച്ചു നേരത്തേക്ക് അവരുടേതായ ലോകത്ത് രസിക്കാൻ തക്കം കിട്ടിയ തൻ്റെ വയസ്യൈഹി, സമപ്രായക്കാരായ ബാലൈഹി, കിടാങ്ങളാൽ സഹ ഉപഹൂതഃ, അവരുടെ അടുക്കലേക്ക് പ്രഹ്ലാദൻ വിളിക്കപ്പെട്ടു. അതായത് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ, കൂടെ പഠിക്കുന്ന കുട്ടികൾ കളിക്കാൻ തുടങ്ങി. അവർ പ്രഹ്ലാദനെ വിളിക്കുകയാണ്, വരൂ ഞങ്ങളുടെ കൂടെ കളിക്കൂ. അപ്പോൾ കിട്ടിയ സമയം കളിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ആ കുഞ്ഞുങ്ങളോട് പ്രഹ്ലാദൻ ഒരു കാരുണ്യം തോന്നുകയാണ്. അങ്ങനെ അവരെയും കിട്ടിയ അവസരത്തിൽ ഒന്ന് ഉപദേശിക്കാം എന്ന് വിചാരിച്ച് പ്രഹ്ലാദൻ അവരെ തിരിച്ചിങ്ങോട്ട് വിളിക്കുകയാണ്, തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. 55-ാമത്തെ ശ്ലോകം. അധതാൻ ശ്ലക്ഷ്ണയാ വാച പ്രത്യാഹൂയ മഹാബുധഃ ഉവാച വിദ്വാൻ തന്നിഷ്ഠാം കൃപയാ പ്രഹസൻ ഇവ. അധ,
ആ നേരം തന്നെ വിളിച്ചപ്പോൾ മഹാബുധഃ മഹാജ്ഞാനിയായ പ്രഹ്ലാദൻ ശ്ലക്ഷ്ണയാ വാച മധുരമസൃണമായ മൊഴിയാൽ താൻ പ്രത്യാഹൂയ അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നിഷ്ഠാം അവരുടെ മാനസിക നിലയെ വിദ്വാൻ അറിഞ്ഞുകൊണ്ട് കൃപയാ കരുണയോടെ പ്രഹസന്നിവ അവരോട് മന്ദഹസിച്ചുകൊണ്ട് ഇപ്രകാരം ഉവാച പറയുകയാണ്. നിഷ്കളങ്കരായ ആ കുട്ടികൾ പ്രഹ്ലാദൻ വിളിച്ച ഉടനെ സ്നേഹാതിരേകത്താൽ പ്രഹ്ലാദന്റെ അടുത്തേക്ക് അവർ പോവുകയാണ്. 56-ാമത്തെ ശ്ലോകം. തേതു തദ്ഗൗരവാത് സർവേ ത്യക്ത ക്രീഡാപരിച്ഛദാഃ ബാല ന ദൂഷിതധിയഃ ദ്വന്ദ്വാരാമ ഈരിത ഈഹിതൈഃ. തേതു അവരാകട്ടെ സർവേ എല്ലാവരും തത് ഗൗരവാത് പ്രഹ്ലാദന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ആ കുട്ടികൾക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ തന്നെ അവരൊക്കെ ആ കളിപ്പാട്ടം അവിടെ വെച്ച് ഓടിച്ചെന്നു. തെക്ത ക്രീഡാപരിച്ഛദാഃ അവിടെ ഇട്ടിട്ട് കളി സാമാനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അവർ ആ ബാലാഹ ഇനി എങ്ങനെയുള്ള കുട്ടികൾ ദ്വന്ദ്വാരാമ ഈരിത ഈഹിതൈഹി ഈ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ രാഗദ്വേഷാദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ആസക്തരായ ഈ ഗുരുക്കന്മാരുടെ വാക്കിനാലും പ്രവൃത്തിയാലും ദൂഷിതധിയഃ ന വഷളാക്കപ്പെട്ട ചിത്തവൃത്തിയോടു കൂടിയവർ ആയിരുന്നില്ല ഈ കുട്ടികൾ. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പക്ഷേ ഹൃദിസ്ഥമാക്കി തിരിച്ചു പറയുന്നു എന്നല്ലാതെ ലോക ജീവിതത്തിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ബുദ്ധി ദുഷിച്ചിരുന്നില്ല. 57-ാമത്തെ ശ്ലോകം. പര്യുപാസത രാജേന്ദ്ര തന്യസ്ത ഹൃദയേ ക്ഷണാഃ താൻ ആഹ കരുണോ മൈത്രോ മഹാഭാഗവതോ അസുരഃ. ഹേ രാജേന്ദ്ര, യുധിഷ്ഠിര, തന്യസ്ത ഹൃദയ ഈക്ഷണാഃ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അയാളെ നോക്കി നിന്നാൽ പോരാ, അവരിൽ നമ്മുടെ മനസ്സ് ഹൃദയവും വെക്കണം. അതാണ് തന്യസ്ത പ്രഹ്ലാദനിൽ ന്യസ്തമാക്കിയ അവിടെ വെച്ച ഹൃദയ ഈക്ഷണാഹ കണ്ണും കരളും അങ്ങനെ അർപ്പിച്ചുകൊണ്ട് പ്രഹ്ലാദനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ ചുറ്റിലുമായിട്ടങ്ങ് പര്യുപാസത ഇരിപ്പുറപ്പിച്ചു. അതേസമയം അവരോടുള്ള കരുണഹ കാരുണ്യഭാവത്താൽ അവരോട് മൈത്രഹ മിത്രസ്നേഹമുള്ളവനും മഹാഭാഗവതഃ ഭക്തോത്തമനുമായ അസുരനായിട്ടുള്ള പ്രഹ്ലാദൻ അവരോട് ഇപ്രകാരം പറഞ്ഞു താൻ ആഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ 5-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.